മൂന്നാർ ടൗണിൽ നിന്നും ഒരു മാട്ടുപ്പെട്ടി ഡയറക്ഷൻ നമ്മൾ സൈറ്റ് സീയിങ് പോവുകയാണെങ്കിൽ, ബാക്കി വേറെ 3 ഡയറക്ഷൻ ഉണ്ട്. ഇപ്പോൾ മാട്ടുപ്പെട്ടി ഡയറക്ഷനിലാണ് നമ്മൾ സൈറ്റ് സീയിങ് പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം എത്തുന്ന സ്ഥലമാണ് ഈ ഫോട്ടോ പോയിന്റ് എന്ന് പറഞ്ഞ സ്ഥലം. ഇത് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പുകളുണ്ട്. ഒരുപാട് ആളുകൾ DSLR ക്യാമറയൊക്കെ ആയിട്ട് അവിടെ നിൽക്കുന്നത്. നമുക്ക് നല്ല ഫോട്ടോ എടുത്ത് തരും. കുതിര സവാരിയൊക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പോയാൽ പിന്നെ നെക്സ്റ്റ് എത്തുന്നത് മാട്ടുപ്പെട്ടി ഡാമിലേക്കാണ്. ഏകദേശം അവിടെ നിന്ന് ഒരു 10-15 കിലോമീറ്റർ കടക്കുമ്പോഴാണ് ഈ മാട്ടുപ്പെട്ടി ഡാം വരുന്നത്. ഇത് മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മുടെ പിന്നെ ഇവിടെ നിന്ന് പോകുന്ന എക്കോ പോയിൻ്റ് അടക്കം ബാക്കിയുള്ള ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ റോഡ് പോകുന്നത് ഈ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ മുകളിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്യുക. അപ്പോൾ ഡാമിൻ്റെ സൈഡിൽ നിന്ന് ഫോട്ടോ എടുക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. പിന്നെ അവിടെ കുറച്ച് മാറിയിട്ട് ഡാമിനോട് ചേർന്നിട്ടുള്ള ഒരു ബോട്ടിംഗ് ഉണ്ട്. ഒരു ബോട്ടിംഗ് സെക്ഷനിലേക്ക് നമുക്കൊരു എൻട്രി പാസ് ഉണ്ട്. 20 രൂപ ഒരു പാർക്കിംഗ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ എൻട്രി ഫ്രീ ആണ്. 20 രൂപ വരെ പാർക്കിംഗ് ഫീ കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വണ്ടിയൊക്കെ അവിടെ കൊണ്ടുപോയി പാർക്ക് ചെയ്യണം. ഈ ഏരിയയിലൊന്നും പാർക്കിംഗ് ഒന്നുമില്ല. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ ചെയ്യാവുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബോട്ടിംഗ് നടത്തുന്നതാണ്. അപ്പോൾ ഒരു ബോട്ടിങ്ങിൻ്റെ ഒരു ചെറിയൊരു ബുക്കിംഗ് സെക്ഷൻ ഉണ്ട്. ആ ബുക്കിംഗ് സെക്ഷനിൽ പോയിട്ട് നമുക്ക് ബോട്ടിങ്ങിനുള്ള ഇതുകൾ എടുക്കാം. കൂടുതൽ അവിടെയുള്ള പെഡൽ ബോട്ടുകളാണ് ഉള്ളത്. വലിയ സ്പീഡ് ബോട്ടുകൾ അങ്ങനത്തെ കാര്യങ്ങളല്ല, എല്ലാം പെഡൽ ബോട്ടുകളാണ് കൂടുതൽ അവിടെയുള്ളത്. അപ്പോൾ നമുക്കത് എടുത്തിട്ട് അവിടെ ഒരു ബോട്ടിങ് ചെയ്യാം. പിന്നെ അവിടെ ചെയ്യാവുന്നത് എല്ലാ ഡെസ്റ്റിനേഷനും ഉള്ള മാതിരിയുള്ള കുതിരകളുണ്ട് അവിടെ. കുതിരയുടെ പുറത്ത് കയറിയിട്ട് കുറച്ചൊന്നും അവിടെ ആ ഒരു ഏരിയ മാത്രം, ഡാമിൻ്റെ സൈഡ് ഏരിയ എന്ന് പറയുന്നത് ഡാമിൻ്റെ റിസർവോയർ ഏരിയ ഉണ്ട്. ആ റിസർവോയർ ഏരിയയുടെ സൈഡിൽ കൂടെ ഇങ്ങനെ ചെറിയൊരു റോഡ് കൊണ്ട് മണ്ണിട്ട റോഡാണ്. ആ റോഡിൽ കൂടെ പോയിട്ട് നമുക്ക് ഇതും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അവിടെ നമുക്ക് നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ എക്കോ പോയിൻ്റ് എന്ന് പറയുന്നത് അങ്ങോട്ട് നമുക്ക് പോകാവുന്നതാണ്.